ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റായിട്ട് സോഫ്റ്റായിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അതിനുവേണ്ടി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു 3/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ആ ചോക്ലേറ്റിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ആയി ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ഒരു 2-3 പ്രാവശ്യത്തൊന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിയണ വരേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത ശേഷം കേക്ക് ടീനിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓവൻ സെറ്റപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 40 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരത് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.